ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയുടെ അച്ഛൻ ആ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അത് അബിയെപ്പറ്റി. അത് കേട്ടപ്പോഴത്തേക്കും നവ്യയ്ക്ക് അത് ശരിക്കും അങ്ങ് ഫീൽ ചെയ്തു. അപ്പോൾ എല്ലാവരെയും പോലെയല്ല അച്ഛൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് നവ്യയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നവ്യയുടെ മനസ്സ് പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കിടന്ന് അലയ്ക്കാൻ തുടങ്ങി. ഇനി എന്നാ ചെയ്യണേ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ, അബിയുടെ കാര്യത്തിൽ ഇവരെല്ലാവരും പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ഇനി അതൊന്ന് കണ്ടെത്തിയിട്ടേ തനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ നവ്യ അവിടെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നവ്യ തൻ്റെ കൂട്ടുകാരിയെ കാണാൻ തീരുമാനിക്കുവാണ്. അപ്പോൾ ആരും അറിയാതെ, ചെവി അറിയാതെ നവ്യ നമ്മുടെ കൂട്ടുകാരിയെ കാണാൻ തീരുമാനിക്കുന്നു. ആ ഫോൺ വിളിയും ചെയ്ത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അബി അങ്ങോട്ടേക്ക് കയറി വരുന്നു. അബി കയറി വന്നപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ അബിയെ നോക്കുക കേട്ടോ ശരിക്കും. അപ്പോൾ അബിക്കൊരു പേടി, ഇവളെന്താ ഇങ്ങനെ നോക്കണേ. അപ്പോൾ നവ്യ, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. ഞാനേ വീട്ടിലേക്കൊന്ന് വിളിക്കായിരുന്നു എന്ന് പറഞ്ഞു. അബിയുടെ മുന്നിൽ യാതൊന്നും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചതായിരുന്നു. വീട്ടിലേക്ക് വിളിച്ച അച്ഛനോടും അമ്മയോടും നീ നാളെ ഡ്യൂട്ടിക്ക് കയറുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. നീ എന്തിനാ അതൊക്കെ അവരോട് പറയാൻ പോയത്? അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് അബി ചോദിക്കുമ്പം, മകള് ജാമ്യത്തിലിറങ്ങി മകളെ കോടതി വെറുതെ വിട്ടതിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന അവരോട് ഇതൊന്ന് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. അവർക്കത് സങ്കടമായിരിക്കുമെന്ന് എനിക്കറിയാം, അത് അറിഞ്ഞു വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നും പറയാം. അവർക്കൊരിക്കലും നിന്നെയോ എന്നെയോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരോട് ചേർത്ത് നിർത്താനോ കഴിയില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇളയ മകള് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ചേർന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിയത്. ഞാനിതുപോലെ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ പേരിൽ ജയിലിൽ കിടന്നായിരുന്നു. അന്ന് ആരും എനിക്ക് വേണ്ടി ഓടാൻ ഞാൻ കണ്ടില്ല എന്ന് അബി പറഞ്ഞു. നിനക്ക് വേണ്ടി ആരും ഓടിയില്ലെങ്കിലും ഞാൻ ഓടിയില്ലേടാന്ന് ചോദിച്ചു. അതെ, നീ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, വേറെ എല്ലാവരും ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതിലൊരു പരിധി വരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അബി. കാരണം നിൻ്റെ പ്രവർത്തികളും നിൻ്റെ ഇതെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നില്ലേ നേരത്തെ, ഇപ്പോഴല്ലേടാ നീ മാറിയതെന്ന് ചോദിക്കാം. അതെ, ഞാൻ മാറിയതാ, പക്ഷേ ആ കള്ളക്കടത്ത് സ്വർണ്ണത്തിൽ പോലും എന്നെ ആരോ ചതിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഘോര പ്രസംഗിക്കുകയാണ് നവ്യയുടെ മുന്നിൽ. അപ്പോഴും നവ്യയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് നവ്യ അബിയോട് പറഞ്ഞു. പുറത്തേക്ക് പോകാനോ? എന്നാത്തിനാ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്? ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട കാര്യം എന്നാന്നൊക്കെ അബി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇവൻ്റെ ഈ ഒരു വെപ്രാളവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം. അച്ഛൻ ഫോൺ വിളിച്ച് വെച്ചു എന്ന് പറയുകയും ചെയ്തു. നവ്യ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവന് ഊരുവാരി പിടിച്ചു ഓട്ടം. അപ്പോഴേക്കും നവ്യയോട് നീ ഇപ്പോൾ പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നവ്യ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ലടാ, നാളെ നീ ജോയിൻ ചെയ്യാൻ കയറുകയല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അബിക്ക് സന്തോഷം. വേറൊന്നുമല്ല, വീട്ടിലേക്കല്ല പോണേന്നുള്ളത് മനസ്സിലായി. വീട്ടിലേക്ക് പോയ പണി പാളിയെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ അവളെ വിടാതിരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. പുറത്ത് പോയി എന്ത് കാര്യം ചെയ്യാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം, അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, നമുക്ക് വേണ്ടി ഓടാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവുക. അപ്പോൾ അബിക്ക് സന്തോഷമായി. ദൈവമേ, അവളൊന്നും അറിഞ്ഞിട്ടില്ല, അവൾക്ക് ഇതുവരെ യാതൊരു സംശയവും ഇല്ല. അപ്പം നാളെ ആ മാനേജറിൻ്റെ കസേരയിലേക്കൊന്ന് കയറി ഇരുന്നാൽ മതി, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നുള്ള രീതിയിൽ സ്വയം ചിന്തിച്ചുകൊണ്ട് അബി അങ്ങനെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് നവ്യ പുറത്തേക്ക് പോയി തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് അവളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്നും ആ കാര്യം നീ മറ്റാരോടും പറയാനും പാടില്ല എന്നുള്ള കാര്യം പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടി സംസാരിക്കുമ്പം, നിനക്കെന്താ ഇത്ര ഒരു ടെൻഷൻ പോലെ, നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞു. ആ നേരത്തേക്ക് നമ്മുടെ നവ്യ കൂട്ടുകാരിയോട് വിവരങ്ങളെല്ലാം പറയുവാണ്. താൻ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ ചന്തമോളുടെ കാര്യങ്ങളും അനഘയുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു. ഇതുവരെ ചന്തമോള് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും നടക്കുന്നത്. പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് നവ്യ കൂട്ടുകാരിയോട് പറയാം. എനിക്ക് ഈ ഒരു സഹായം ചോദിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ലെന്നും ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നയന ആദർശേട്ടന് കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നയനയുടെ സ്വഭാവം വെച്ച് ഒരിക്കലും നയന അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആളല്ല, അത് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. എല്ലാം എനിക്കറിയാം, പക്ഷേ എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ സംഭവിക്കുന്നുണ്ട്, അതെനിക്ക് കണ്ടെത്തണം.
അത് കണ്ടെത്തി ആരാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതിയെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആദർശേട്ടൻ്റെ കുഞ്ഞാണോ അതോ അഭിയുടെ കുഞ്ഞാണോ ചന്തുമോളെന്ന് എനിക്ക് കണ്ടെത്തി നീ തരണമെന്ന് പറയും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വേണമെന്നും നവ്യ പറയാം. അപ്പോൾ ഇതേ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചന്തുമോളുടെയും അഭിയുടെയും എന്തെങ്കിലും മുടിയോ മറ്റു സാധനങ്ങളോ മറ്റോ വേണമെന്ന് പറയുമ്പം അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് വെച്ച് വേണം നീ ഇതൊക്കെ ചെയ്യാനെന്നും പറഞ്ഞു. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ നവ്യ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കൂട്ടുകാരിയെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പം ഈ ഒരു സത്യം അറിയുന്നത് വരെ ഒരു ഈച്ച കുഞ്ഞു പോലും ഇങ്ങനൊരു സംഭവം നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല എന്നുള്ള കാര്യം പറയുക. അപ്പോൾ അത് പറഞ്ഞപ്പം ഇല്ല, നിനക്കെന്നെ 100% വിശ്വസിക്കാവുന്ന കൂട്ടുകാരി നവ്യയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് ഈ സാധനം നവ്യ കൂട്ടുകാരിയുടെ കയ്യിലേക്ക് കൈമാറി ഇവരങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനകയും ഗോവിന്ദനും കൂടി വീട്ടിലിരുന്ന് ഇങ്ങനെ നവ്യയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്രയൊക്കെ ആയിട്ടും അവൾ പഠിച്ചില്ല, അവളുടെ ജീവിതം എന്താകുമെന്നൊക്കെയുള്ളൊരിത് കനകയോട് ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പം എന്തെങ്കിലും ആവട്ടെ, അവൾ ചെയ്തതിനുള്ളത് അവൾ അനുഭവിച്ചോളൂ എന്നും പറഞ്ഞ് കനക ഇങ്ങനെ പറയുക. അവളോട് മാന്യമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിലെല്ലാം പറഞ്ഞു കൊടുത്തതല്ലേ. അന്നേരം കെട്ടിയവനെയായിരുന്നു അവൾക്ക് വിശ്വാസം. നമ്മളൊക്കെ അവളെ എന്തോ ചെയ്യാൻ ചെന്നതുപോലെ ആയിരുന്നല്ലോ അവൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നും പറഞ്ഞ് കനകയിരിക്കുക. പിന്നെ ആണെങ്കിൽ നയനയാണെങ്കിൽ കഴിപ്പിക്കാനും കുടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആദർശത. ഇപ്പോൾ ദേവയാനി വന്നിരിക്കുന്നു. ഭയങ്കരമായിട്ട് എല്ലാവരും നയനയെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷീണവും തളർച്ചയൊന്നും അങ്ങ് വിട്ടു മാറുന്നതുമില്ല. ജയിലിൽ കിടന്നതിൻ്റെയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാതിരുന്നതിൻ്റെയൊക്കെതായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം. പക്ഷേ നയനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്തോറും ആദർശിന് ഈ ശത്രുവിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര കൂടിക്കൂടി വരും. ആദർശാണെങ്കിൽ എന്നിട്ട് മാളവികയ്ക്കും സ്വരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഫോൺ വഴി കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിനും സമാധാനം കൊടുക്കുന്നില്ല. ആദർശ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദർശിൻ്റെ ഈ ഓട്ടമൊക്കെ കാണുമ്പോൾ നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം. ആദർശയുടെ ശരിക്കും കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരിത്. പക്ഷേ നയനയ്ക്ക് ജാമ്യം കിട്ടിയത് നാഗേന്ദ്രനും അതുപോലെ മകൾക്കും ഡേവിഡിനും വല്ലാത്തൊരടിയായിപ്പോയി. അവർ രണ്ടുപേരും കൂടി ഈ ഡേവിഡിനെ കാത്തിരിക്കുക. ഡേവിഡ് എന്നിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. ഡേവിഡ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം അറിഞ്ഞില്ലേ സാറെന്ന് ചോദിച്ചു. അറിഞ്ഞു. ആ CIക്ക് സസ്പെൻഷനും ആയല്ലേ എന്ന് ചോദിച്ചു. അതെ, നമുക്ക് വേണ്ടിയിട്ട് നിന്നതിനാണ് അയാൾക്ക് ആ ഒരു ഇത് കിട്ടിയതെന്നും അനന്തമൂർത്തിയുടെ പണിയാണതെന്നുള്ള കാര്യവും പറയുക. അത് സത്യമായ കാര്യമാണെന്ന് അപ്പോൾ ഈ നാഗേന്ദ്രൻ പറഞ്ഞു. കൊച്ചുമോനോട് അയാൾ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പക പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അയാൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവനോട് സ്നേഹം തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ കണ്ടതെന്ന കാര്യം പറഞ്ഞു. അവളെ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടത്താൻ സാധിക്കുമായിരുന്നു. ആ നവീനെന്ന് പറയുന്നവനില്ലായിരുന്നെങ്കിലെന്ന് പറയുമ്പോൾ അവനൊരു മിടുക്കൻ തന്നെയാണെന്നും പക്ഷേ അവൻ്റെ പിറകിൽ മറ്റാരോ ഉണ്ടെന്ന കാര്യം നാഗേന്ദ്രൻ പറയും. അവൻ ഒറ്റയ്ക്കൊന്നും വിചാരിച്ചാൽ ഈ കാര്യം നടക്കില്ല എന്ന്. അപ്പോൾ അത് സാർ പറഞ്ഞ സത്യം. നന്ദു എന്ന് പറയുന്നവളും അവനും കൂടെ ചേർന്നാണ് ഇതിനുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയതെന്നും CCTV ദൃശ്യങ്ങളൊക്കെ കൈക്കലാക്കിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവർ പറഞ്ഞ് ഈ ഒരു സംഭവം അത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ CAയുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് ഒതുക്കിയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെയും വഷളാവുമല്ലോ. ഏതായാലും അയാൾക്കിട്ടുള്ളത് എവിടുന്നെങ്കിലൊക്കെ പണിയായിട്ട് വരാനുള്ള വഴിയുണ്ടെന്നും പറഞ്ഞു. ആ നന്ദു എന്ന് പറയുന്നവൾ ചില്ലറക്കാരിയല്ലല്ലോ. എന്തായാലും CI കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. അയാൾ വെള്ളം കുടിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് നാഗേന്ദ്രൻ നേരം ഡേവിഡിനോട് പറയാം. എന്തായാലും ഇത്തവണ നമ്മുടെ നന്ദു അല്ല ഇറങ്ങിയത്, മറിച്ച് മുത്തശ്ശൻ്റെ ആൾക്കാരാണ് ഇറങ്ങിയത്. രാത്രിയിൽ ഇയാളാണെങ്കിൽ തൊപ്പിയും എല്ലാം പോയല്ലോ, കുറച്ച് കുടിച്ച് വെളുവേട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവനെ കുറച്ച് പേരങ്ങ് നോട്ട് ചെയ്തു. ഇവനെ അങ്ങ് വളഞ്ഞു. അവിടെ ഇട്ട് അവനെ ആട്ടിച്ച് നിരപ്പാക്കി. ഇനി അവൻ ഒരിക്കലും കൈക്കൂലി മേടിക്കാത്ത രീതിയിലും ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും ജോലി ചെയ്യുന്ന പാകത്തിലേക്ക് അവനെ ആക്കിയെടുക്കുക. മുത്തശ്ശൻ്റെ ആൾക്കാർ പെരുവഴിയിലിട്ട് അവനെ ചവിട്ടി കൂട്ടിയില്ലേ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ എന്തെന്നില്ലാത്ത ഹാപ്പിയിൽ ഇങ്ങനെ അനന്തപുരിയിൽ നടക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇന്ന് ഇത്ര സന്തോഷം എന്തെന്ന് ചോദിച്ചപ്പോൾ കിട്ടേണ്ടവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സന്തോഷിക്കാൻ പാടില്ലേടോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം എന്താ പറയണേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം ആ CIയെ കാണേണ്ടവർ കാണേണ്ട രീതിയിൽ കണ്ടെന്ന് പറഞ്ഞു. അവനിട്ട് പൊട്ടിച്ചു 4 എണ്ണം. പൊട്ടിക്കേണ്ടവർ കണക്കിന് പൊട്ടിച്ചിട്ടുണ്ടെന്നും ഇനി അവൻ ഇതുപോലത്തെ പണിക്ക് ഇറങ്ങത്തില്ല, ഇനി അവൻ പോലീസ് ജോലി വേണോ എന്ന് പോലും ഒരു വട്ടം കൂടി ആലോചിച്ചിട്ട് അവൻ കയറത്തുള്ളെന്ന കാര്യം മുത്തശ്ശൻ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അത് വേണം, അവനങ്ങനെ തന്നെ വേണം. നമ്മുടെ നയനമോളെ ഒരു തെറ്റും ചെയ്യാതെ ദ്രോഹിച്ച് അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണേ. അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൊച്ചുമോൻ എൻ്റെ ആദർശ് ഇനി അങ്ങോട്ട് പൊരുതാൻ ഇച്ചിരിയും കൂടെ ശക്തി കൂടി ഇറങ്ങാൻ പോവുകയാണെന്നും
തൻ്റെ ഭാര്യയെ തൊട്ടവരെ ആരെയും അവൻ വെറുതെ വിടില്ല എന്ന കാര്യവും മുത്തശ്ശനിരുന്ന് മുത്തശ്ശിയോട് പറയുക. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ആദർശ് പിന്നോട്ട് വലിയില്ലാന്നും. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിറ്റേതായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ കൂട്ടുകാരിയെ വിളിച്ചു. എന്തായി എന്ന് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞു. കൂട്ടുകാരി വിളിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായി നവ്യയ്ക്ക്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. ഇത് നെഗറ്റീവ് ആയിരിക്കണേ എന്നാണ് ആ ഒരു ഇത് മനസ്സിലിങ്ങനെ കിടന്ന് അലയടിക്കുന്നത്. അങ്ങനെ നവ്യ കൂട്ടുകാരിയെ കാണാൻ ചെന്നു. അപ്പോൾ അതേ നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ സസ്പെൻസ് ഇടാതെ കാര്യം പറ. എന്താ റിസൾട്ടിൽ എന്താ? അബിയുടെ കുഞ്ഞല്ലല്ലോ ചന്തുമോള്, ആദർശിൻ്റെ കുഞ്ഞല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് തെറ്റി നവ്യെന്ന് പറയാം. എന്താ നീ കാര്യം പറയാൻ പറഞ്ഞു. ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചന്തുമോള്, നിൻ്റെ ഭർത്താവ് അഭിയുടെ കുഞ്ഞാണ്. അഭിയുടെയും അനഘയുടെയും കുഞ്ഞാണ് ചന്തുമോളെന്ന് പറയുമ്പോഴത്തേക്ക് നവ്യ തീർന്നു. ദേ കിടക്കുന്നു. അവൻ വളരെ വിദഗ്ധമായിട്ട് നിന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നും നിൻ്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റം, അല്ലെങ്കിൽ ആദർശേട്ടൻ ആ ചന്തുമോളുടെ പിതൃത്വം ഏറ്റെടുത്തതെന്നും നിൻ്റെ അനിയത്തിയും അതുപോലെ നിൻ്റെ കുടുംബക്കാരും എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, മറിച്ച് അവൻ നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഉള്ള കാര്യം അങ്ങ് പറയുവാണ് ഈ കൂട്ടുകാരി. അപ്പോൾ അനന്തപുരിയിലുള്ളവരാരും നിൻ്റെ നാശമല്ല നിൻ്റെ നന്മയാണ് ആഗ്രഹിച്ചതെന്നുള്ള കാര്യവും കൂട്ടുകാരി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പം നിന്നിലൂടെ അവൻ കാര്യങ്ങളെല്ലാം അവൻ്റെ വരുതിക്കാക്കി നിർത്തിയിരിക്കുകയായിരുന്നെന്നും നിന്നെ ഓരോ കള്ളക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിന്നെ അവരുടെ ശത്രുവാക്കാൻ അവൻ മനഃപൂർവ്വം കളിക്കുകയായിരുന്നെന്നും അവൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യങ്ങളും എല്ലാം കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന നവ്യയോട് പറഞ്ഞത്, നന്ദുവിനോട് പറഞ്ഞത്, അച്ഛനോട് അമ്മയോട് പറഞ്ഞത്, അനന്തപുരിക്കാരോട് കാട്ടിക്കൂട്ടിയത്, ഇതെല്ലാം ആലോചിച്ചൊരു സെക്കൻഡ് നേരത്തേക്ക് ദേ നവ്യെ, നീ ഇപ്പോൾ ഈ സത്യം അറിഞ്ഞത് ഒരു കാരണവശാലും ഒരു ഭൂകമ്പത്തിനിടയാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നവ്യ ഇരുന്നിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിൽ പല പ്ലാനിങ്ങുകളോടുകൂടി നവ്യ അനന്തപുരിയിലേക്ക് മടങ്ങി പോവുക. അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയ നവ്യ വേറൊരു നവ്യയായിട്ടാണ് ചെല്ലുന്നത്. വഴക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ആരോടും പരിഭവമില്ല, ആരോടും അങ്ങനെ ഒരു ഇതൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ആരെന്ത് ചോദിച്ചാലും അതിന് പ്രത്യേകിച്ച് മറുപടികളും കാര്യങ്ങളും ഇല്ല. അങ്ങനെ നവ്യ എന്നിട്ട് മുറിയിലേക്ക് പോയി നവ്യ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിക്കുകയാണ്. ഈ അമ്മയും മോനും കൂടി നവ്യയെ സോപ്പിട്ട് പതപ്പിച്ചത്, അതുപോലെ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അഭി സ്ഥാപിക്കാൻ ശ്രമിച്ചത്, പിന്നീട് നവ്യ ഇതെല്ലാം വിശ്വസിച്ച് അവിടെ കാട്ടിക്കൂട്ടത്തെ ഡേവിഡ് പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ നവ്യ ആലോചിച്ച് ഇങ്ങനെ മുറിയിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന നവ്യയുടെ അടുത്തേക്ക് അഭി ചെന്നു. അഭിയെ കണ്ടപ്പോഴത്തേക്ക് നവ്യക്ക് ഉറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നവ്യ അതൊന്നും പ്രകടിപ്പിച്ചില്ല. എന്താടാ നീ എന്താ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ നമുക്ക് ചെയ്യാം, നീ വാ എന്നും പറഞ്ഞത് അങ്ങനെ പോകുന്നു. നിൻ്റെ മുഖത്ത് എന്തൊരു വാട്ടം, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലടാ, മനസ്സിനൊരു സങ്കടം. എന്താ കാര്യം? ആരെങ്കിലും എന്തെങ്കിലും നുണക്കഥ നിന്നോട് പറഞ്ഞു തന്നോ? നുണക്കഥയോ? എന്ത് നുണക്കഥ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും നുണക്കഥ പറഞ്ഞു തന്നാൽ ഞാനത് വിശ്വസിക്കുന്ന ആളല്ലെന്ന് നിനക്കറിയില്ലേന്ന് നവ്യ ചോദിച്ചപ്പോൾ അതെനിക്കറിയാം, എന്നാലും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിച്ച് കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, ഇനി അഥവാ പറഞ്ഞു തന്നാൽ തന്നെ ഞാനതൊന്നും വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് അഭിമാനോട് പറയാം. അതും കഴിഞ്ഞിട്ട് ഇവർ പൂജാമുറിയിലേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും ജലജയും വന്നു. ഇവിടെ വേറെ ആരും കൂടില്ല മോളെ ഇവൻ്റെ കാര്യത്തിൽ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. വേറെ ആരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അമ്മേ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്നല്ലേ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്, പിന്നെ അതിനിത്ര മാറ്റം വരുത്തേണ്ട കാര്യം എന്താണെന്ന് നവ്യ ജലജയോട് ചോദിക്കും. അപ്പോൾ ജലജ അബിയുടെ നേരെ ഒരു നോട്ടം, അബിയും അമ്മയുടെ നേരെ ഒരു നോട്ടം. എന്താ ശബ്ദത്തിനൊരു കനപ്പ് എന്നിങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ അവർ ചിന്തിക്കുക. വാ നമുക്ക് പൂജ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ എന്നിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോയി പൂജയൊക്കെ ചെയ്തു. ചേട്ടനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് എല്ലാം സെറ്റാക്കി. അപ്പോൾ അതെ, എന്നാലും ഇവൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഇത് കണ്ടില്ലേ, ഈ പൂജാമുറി ശൂന്യമാണ്, നമ്മൾ മാത്രമായി. അതേസമയം ഇവിടെ മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലോ എല്ലാവരും ഒത്തുകൂടി ഭയങ്കര ഗംഭീരമായിട്ട് അത് ചെയ്തേനെ. ഞാനും എൻ്റെ മോനും പുറമ്പോക്കായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു ജലജ നവ്യയുടെ മുന്നിൽ വലിയ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇവൻ്റെ പ്രവൃത്തികൾ നേരത്തെ മോശമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ആർക്കും ഇവനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവൻ ജ്വല്ലറി പോകുന്നതും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇവിടെയുള്ളവരാരും ഇതിനകത്ത് പങ്കെടുക്കാത്തത്. അതിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ എന്നിട്ട് ഇവരോട് പറയണം. അങ്ങനെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മോനെ അനുഗ്രഹിക്കുകയാണിതേ, അവിടെയെങ്കിലും പോയി നീ നല്ലതുപോലെ ജോലി ചെയ്യണം, മോൾ അത്ര കഷ്ടപ്പെട്ടാണ് നിനക്ക് ജോലി മേടിച്ച് തന്നത്, അത് നീ നഷ്ടപ്പെടുത്തി കളയരുത്, അവിടെ നീ കള്ളത്തരങ്ങളൊന്നും കാണിക്കരുത്, സത്യസന്ധമായി ജോലി ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ നവ്യയുടെ മുന്നിൽ നിന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മകനെ നേരം അമ്മ അതൊക്കെ എൻ്റെ പഴയ ശീലങ്ങളല്ലേ, ആ അഭിയൊക്കെ എന്നേ മരിച്ചമ്മേ, ഇത് പുതിയ അഭിയാണ്. എൻ്റെ ഭാര്യ എനിക്ക് നേടിത്തന്ന ജോലി അതിഗംഭീരമായിട്ട് മാന്യമായി തന്നെ ഭംഗിയായി തന്നെ ഞാൻ ചെയ്യും. ഒരിക്കലും ഞാനായിട്ട് നവ്യയ്ക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കത്തില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ അഭിമോൻ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നവ്യ ഇവനെയും കൊണ്ട് എൻ ജ്വല്ലറിയിലേക്ക് പോകുന്നു. എൻ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഗംഭീര സ്വീകരണം അഭിക്ക്. ഇത് കണ്ട് നവ്യ തന്നെ ഞെട്ടിപ്പോയി. നവ്യയ്ക്കും എന്തൊക്കെയോ മനസ്സിലായി, ഇതിനകത്ത് എന്തൊക്കെയോ ഒളികളികൾ നടക്കുന്നുണ്ട്. നവ്യ പോലും അറിയാതെ അബിക്ക് എവിടെ നിന്നൊക്കെയോ ഭയങ്കര സപ്പോർട്ട് വരുന്നുണ്ട് എന്നുള്ളത് നവ്യയ്ക്ക് മനസ്സിലായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അബിയെ ഭയങ്കര കാര്യമായിട്ട് എല്ലാവരും സ്വീകരിക്കുന്നു, അതുപോലെ ബൊക്കെ കൊടുക്കുന്നു, സർ എന്നും വിളിച്ച് എല്ലാവരും ഭയങ്കര കെയറിങ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഡേവിഡ് അബിയെ വിളിച്ചുകൊണ്ട് പോയി ആ കസേരയിൽ കൊണ്ടേ ഇരുത്തുന്നു. ഇരിക്കബി എന്നും പറഞ്ഞു. അബി എന്ന് കസേരയിലേക്ക് ഇരുന്നപ്പോൾ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് അബിക്ക് അറിയില്ലല്ലോ അച്ഛൻ്റെ ആണെന്ന്. കക്കാൻ കിട്ടുന്ന അവസരം അബി ഉറപ്പായിട്ടും കക്കും, അത് വേറൊരു കാര്യം. അങ്ങനെ ഇവൻ്റെ ഈ കാട്ടായങ്ങളും ഇവൻ്റെ ഈ അഹങ്കാരവും അല്ലെങ്കിൽ ഇവൻ്റെ പ്രവർത്തികളെല്ലാം നമ്മുടെ നവ്യ ഇവൻ പോലും അറിയാതെ വാച്ച് ചെയ്യിക്കാം. അങ്ങനെ നവ്യ രണ്ടും കൽപ്പിച്ച് അബിയെ തകർത്തു വാരുമെന്നുള്ള ചിന്തയോടുകൂടി അബിയെ മുച്ചോട് മുടിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടി അബിക്കൊപ്പം നിൽക്കുന്നു. അത് അബി അറിയുന്നില്ല. നവ്യ ഇപ്പോഴും അബിയെ വിശ്വസിച്ച് പാവത്താനാണെന്ന് വിശ്വസിച്ച് കൂടെ എന്നാണ് അബി വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അടിയിൽ കൂടെ വലിക്കാൻ പോകുന്ന പാര എന്താണെന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ അബി കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നവ്യ ഇനി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നവ്യയായി മാറുന്നു. അതുപോലെ തന്നെ കൂടെ നിന്ന് കുതികാല് വെട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. ഇത്രയും കാലം അബി അതുപോലെയാണ് നവ്യയോട് ചെയ്തതെങ്കിൽ നവ്യ ഇന്ന് മുതൽ അതിന് തിരിച്ചു ചെയ്യാൻ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നമ്മളുടെയൊക്കെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ.